1 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന 43 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്കായിട്ട് പുതിയ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതെങ്കിലും ഇതിനായിട്ടുള്ള പ്രീമിയം തുക പൂർണ്ണമായിട്ടും സർക്കാർ വഹിക്കുമെന്നും വിദ്യാർത്ഥികൾ ഇതിനായിട്ട് പണം അടയ്ക്കേണ്ടതില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പും യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയും സംയുക്തമായിട്ടാണ് പദ്ധതി ഏകോപിപ്പിച്ചിരിക്കുന്നത്. സർക്കാർ ഏജൻസികളുടെ നേരിട്ടുള്ള മേൽനോട്ടം ഉള്ളതിനാൽ തന്നെ ഇൻഷുറൻസ് ക്ലെയിമുകൾ വേഗത്തിൽ തീർപ്പാക്കാനും മികച്ച സേവന നിലവാരം ഉറപ്പാക്കാനും സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാമ്പത്തിക പരാധീനതകൾ മൂലം ഒരു കുട്ടിക്കും ചികിത്സ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന കൃത്യമായ കാഴ്ചപ്പാടോടെയാണ് സർക്കാർ ഈ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. അപകടത്തിൽ വിദ്യാർത്ഥി മരണപ്പെട്ടാലോ പൂർണ്ണമായ അംഗവൈകല്യം സംഭവിച്ചാലോ കുടുംബത്തിന് 3 ലക്ഷം രൂപ ധനസഹായം ലഭിക്കും. കൂടാതെ അപകടത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടാൽ 75,000 രൂപ വരെ ചികിത്സാ ചെലവും ലഭ്യമാകും. അസ്ഥിഭംഗം, അതോടൊപ്പം തന്നെ വൈദ്യുതാഘാതം, പൊള്ളൽ, മൃഗങ്ങളുടെയോ പാമ്പിൻ്റെയോ കടിയേറ്റുള്ള പരിക്കുകൾ, അതോടൊപ്പം തന്നെ ഭക്ഷ്യ വിഷബാധ തുടങ്ങിയ സാഹചര്യങ്ങളിൽ 5,000 രൂപ അടിയന്തര ചികിത്സാ സഹായമായിട്ട് നൽകുമെന്നും മന്ത്രി വിശദീകരിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണം ഇപ്പോൾ അവസാനിക്കാറായിരിക്കുകയാണ്. ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം അത് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ ഗഡു വിതരണവുമായി ബന്ധപ്പെട്ടതാണ്. ചിലർക്ക് ലഭിക്കേണ്ട തുകയിൽ 200 രൂപ മുതൽ 500 രൂപ വരെ കുറവ് അനുഭവപ്പെടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കേന്ദ്ര വിഹിതം കൃത്യമായിട്ട് ലഭിക്കാത്തത് മൂലമാണ്. ഇതിൻ്റെ ബാക്കി തുക ലഭിക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ്. നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ കേന്ദ്ര വിഹിതം ക്രെഡിറ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാർ നമ്പർ അത് ബാങ്ക് അക്കൗണ്ടുമായിട്ട് കൃത്യമായി സീഡ് ചെയ്തിട്ടുണ്ട്, ആധാർ സീഡിങ് പൂർത്തിയായിട്ടുണ്ടെന്ന് പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ അക്കൗണ്ട് സ്റ്റാറ്റസ് അത് ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ തടസ്സങ്ങളില്ലാതെ നമുക്ക് മുഴുവൻ തുകയും കൈകളിലേക്ക് എത്തുകയുള്ളൂ. അതിനാൽ തന്നെ അടുത്തുള്ള ബാങ്കുമായിട്ടോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രവുമായിട്ടോ ബന്ധപ്പെട്ട നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസും ആധാർ ലിങ്കിങ് സ്റ്റാറ്റസും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. മാത്രമല്ല സംസ്ഥാന ബജറ്റിൽ അടുത്ത ഒരു വർഷത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായിട്ട് ഏകദേശം 14,500 കോടി രൂപയോളം സർക്കാർ വകയിരുത്തിയിരിക്കുകയാണ്. അർഹരായ ഗുണഭോക്താക്കൾക്ക് യാതൊരു തടസ്സങ്ങളുമില്ലാതെ പെൻഷൻ ഉറപ്പാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. എന്നാൽ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിനായിട്ട് ഗുണഭോക്താക്കൾ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് അനിവാര്യമാണ്. നിലവിൽ 3 ലക്ഷത്തിനടുത്ത് ആളുകൾ ഇതുവരെയും സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. സേവന പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗത്ത് ബാധകമല്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. എന്നാൽ സമർപ്പിച്ചിട്ടില്ല എന്നാണ് കാണുന്നതെങ്കിൽ അത്തരക്കാർ ഉടൻ തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയോ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. വാർഷിക വരുമാനം 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ളവർക്ക് പെൻഷൻ പദ്ധതിയിൽ തുടരാനായിട്ട് സാധിക്കില്ല എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അർഹരായവരിലേക്ക് മാത്രം പെൻഷൻ എത്തുന്നുവെന്ന് ഉറപ്പുവരുത്തുന്ന വെരിഫിക്കേഷൻ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടാതെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനായിട്ട് നിർദ്ദേശം ലഭിച്ചവരും ആ കാര്യത്തിൽ വീഴ്ച വരുത്തരുത്. നിലവിൽ മറ്റ് തടസ്സങ്ങളില്ലാത്തതിനാൽ തന്നെ എല്ലാ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് വെള്ളിയാഴ്ച ജനുവരി 30-ാം തീയതി രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് സ്വർണ്ണവില കുറഞ്ഞു. ഒറ്റ ദിവസത്തിനുള്ളിൽ ആകെ ഗ്രാമിന് 785 രൂപയും പവന് 6,280 രൂപയുമാണ് കുറഞ്ഞത്. രാവിലെ 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 655 രൂപ കുറഞ്ഞ് 15,640 രൂപയും പവന് 5,240 രൂപ കുറഞ്ഞ് 1,25,120 രൂപയുമാണ്. ഉച്ചയ്ക്ക് 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 130. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.